മസാലപ്പൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ എള്ള്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പൊടി ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം പൂരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ മുഴുവൻ പൂരിയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ രീതിയിൽ തന്നെ മുഴുവൻ പൂരിയും റെഡിയാക്കിയെടുക്കാം.